നമ്മൾ മുന്നേ ഇൻഫോം ചെയ്തിരുന്നത് പോലെ ഇന്ന് സെപ്റ്റംബർ 26 ഇന്ന് 7:30 നമ്മൾ വെബിനാറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പോസ്റ്റർ നിങ്ങൾ കണ്ടതുപോലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ബട്ട് എനിവേ ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒന്ന് പറയാണ്. നോബൽ ലോറിയറ്റ്സിനെ നേരിട്ട് കണ്ട് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ജീവിതത്തിൽ ഒരിക്കലും മാത്രം പോസിബിൾ ആകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് പോസിബിൾ ആകണമെങ്കിൽ നോബൽ സമ്മാനം നേടണം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു മീറ്റിംഗ്. അതാണ് ആക്ച്വലി ലിൻഡോ മീറ്റിംഗ് എന്നുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലിൻഡോ മീറ്റിങ്ങിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇത് അറിയുന്നത് തന്നെ നമ്മുടെ നിരഞ്ജനയുടെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുന്ന ടൈമിലാണ്. അപ്പോൾ നോബൽ ലോറൻസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളത്. ഓൾസോ മനോരമ ന്യൂസിൽ, മലയാള മനോരമ പത്രത്തിൽ ഉൾപ്പെടെ ഫീച്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിവില്ലാത്ത, ഈവൻ ഞങ്ങൾ അക്കാഡമിക് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് പോലും അത് അറിവുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറ്റിയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയതാണ്, ഇത് ഒരുപക്ഷെ അറിയാത്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി താല്പര്യപ്പെടുന്ന ഒരുപാട് ഒരു കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ് പുറത്തുണ്ടാകാം എന്നുള്ളത്. സോ അതിന്റെ ബേസിലാണ് ആക്ച്വലി ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വെബിനാറിലൂടെ നിരഞ്ജനയ്ക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പ്രയറായിട്ട് ഒരു കാര്യം പറയുന്നത്, ഇന്ന് സെപ്റ്റംബർ 26 ആണ്. വരാൻ പോകുന്ന 26 2026 ലിൻഡോ മീറ്റിംഗിൽ നിങ്ങൾക്ക് പ്രസന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്നത് സെപ്റ്റംബർ 30 അപ്പോൾ ഒരു 3 days മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. സോ നിങ്ങൾ ആരെങ്കിലും ഈ മീറ്റിംഗിന് ശേഷം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് ഫുൾ അറ്റൻഡ് ചെയ്യുക. കാരണം 30 ഡെഡ് ലൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ്, ഈ സെഷൻ രണ്ട് ഹാഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് എന്താണ്, നിരഞ്ജന ഡയറക്റ്റ് പ്രസന്റേഷൻ ആയിരിക്കും, എക്സ്പീരിയൻസിലെ പരിപാടിയും കാര്യങ്ങളെല്ലാം. ആൻഡ് സെക്കൻഡ് ഹാഫ് എന്നുള്ളൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിരഞ്ജനയോട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം. ലൈക്ക് ലിൻഡോ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ വെബിനാറിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ് ഹാഫ് അത്തരത്തിലൊരു ഓപ്പൺ ഫോറം ആയിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഹാഫിൽ നിരഞ്ജന പ്രസന്റേഷൻ വളരെ കൃത്യമായി കേട്ടതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം മാത്രം, ഞാൻ രജിസ്ട്രേഷൻസ് ചെക്ക് ചെയ്തപ്പം ഏകദേശം ഒരു 40ഓളം സ്റ്റുഡൻസ് ഫ്രഷ് ആണ്. ലൈക്ക് ബെൻസലിന്റെ പാർട്ടായിട്ടുള്ളവരായിരുന്നില്ല, പുതിയതായിട്ട് ഈ രജിസ്ട്രേഷനിലേക്ക് വന്നവരാണ്. സോ ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ രീതിയിൽ, ബെൻസിൽ എന്നുള്ളത് ഒരു IIT മദ്രാസ് കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിന് ഇനീഷ്യേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും കഴിഞ്ഞ കുറച്ച് ഇയേഴ്സിലായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കെമിസ്ട്രി ബേസ്ഡ് കോമ്പറ്റീവ് എക്സാമിനേഷന് കോച്ചിങ് കൊടുക്കുകയും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടുകളും കുട്ടികളെ ഏറ്റവും അധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ സെൻസ് IIC, IIT, NITs ഉൾപ്പെടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻസ് നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു സ്ഥാപനമാണ്. ആൻഡ് റീസെന്റ് ഇയേഴ്സിൽ കെമിസ്ട്രിക്ക് അപ്പുറം ഫിസിക്സിലേക്കും മാത്സിലേക്കും ആൻഡ് റീസെന്റ് ഹയർ സെക്കൻഡ് ലെവലിലേക്കും ഒക്കെ ഫുട് പ്രിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ മോട്ടീവ് എന്നുള്ളത് പ്യുവർ സയൻസ്, അപ്പാർട്ട് ഫ്രോം മറ്റ് വിഷയങ്ങളെക്കാൾ ഉപരി പ്യുവർ സയൻസ് അതിന്റെ എന്താണ് ആക്ച്വലി ഡിസർവ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ ന്യൂസ് കുറെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അതിന്റെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന നിലയിലേക്കാണ് നമ്മളിങ്ങനെ വെബിനാറിലും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇനി ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ഒരു ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഡയറക്ട്ലി ഫ്ലോർ നിരഞ്ജനയ്ക്ക് ലീവ് ചെയ്യാണ്. സോ നിരഞ്ജന സുബ്രഹ്മണ്യം ക്വിസാറ്റില് 2020 to 2025 ഇന്റഗ്രേറ്റഡ് എംബസി സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ അവിടുത്തെ ടോപ്പറാണ്. യൂഷ്വലി നമ്മൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് പറയാം, ബട്ട് ക്വിസാറ്റിൽ ഗോൾഡ് മെഡലിസ്റ്റിന്റെ പൊസിഷനിൽ ഫസ്റ്റ് റാങ്ക് എന്ന പൊസിഷനാണ് വരുന്നത്. സോ ക്വിസാറ്റിലെ ഫസ്റ്റ് റാങ്കർ ആണ് 2022-2025 ഇന്റഗ്രേറ്റഡ് എംബസിയിൽ. ആൻഡ് ഈ കാലയളവിൽ റിസർച്ച് പേപ്പർ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോസൈക്ലിക് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പേപ്പർ പബ്ലിഷിങ്ങും ആൻഡ് പ്രൊജക്ട് IAS ഫെലോ, അങ്ങനെ ഒരുപാട് തരത്തില് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. അതിന് പുറമെ CSIR നെറ്റിൽ PhD ക്വാളിഫിക്കേഷൻ, PhD കട്ട് ഓഫ് ക്ലിയർഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ ഒരു 1 year കൊണ്ട് മോർ ദാൻ 1 year കൊണ്ട് ബെൻസിലെ ഓൺലൈൻ ക്യൂരി റാപ്പിഡ് ബാച്ച് സ്റ്റുഡന്റ് ആയിട്ടാണ് ഇപ്പോൾ നിരഞ്ജന പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴും നിരഞ്ജൻ പ്രിപ്പറേഷനിലാണ്, ഒരു ലാസ്റ്റ് ബേസ് രീതിയിൽ നിരഞ്ജനയുടെ അറ്റംപ്റ്റിലാണ്, ഇതിപ്പോൾ മാക്സിമം കൊടുത്തുള്ള അറ്റംപ്റ്റിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിനിടയിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 hour ഇതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ കാര്യമായിട്ട് പ്രോപ്പർലി കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്കതൊരു യൂസ്ഫുൾ സെഷൻ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓക്കെ, താങ്ക് യു. നിരഞ്ജന,
സോ ഒഫീഷ്യലി എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ്. ആൻഡ് ആദ്യം തന്നെ ഹ്യൂജ് താങ്ക്സ് ടു ടീം ബെൻസിൽ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് സാർ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവായിട്ട് അക്കാഡമിക് സർക്കിളിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി ലിൻഡൌ മീറ്റിംഗ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കും ലിൻഡൌ മീറ്റിംഗ് എന്താണ് എന്നതിനെ പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. സോ ഇനി വരുന്ന BSc MSc സ്റ്റുഡൻസ് ഓർ അതിന് താഴെയുള്ള ആളുകളിലേക്കും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും അത് എങ്ങനെ നമുക്ക് അവിടെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളും എത്തിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ആസ് എ ലിൻഡോ അലുംന അത് എൻ്റെ ഒരു ഒഫീഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. അത് എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെ ഞാൻ കാണുന്ന ബെൻസിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചതിന് വലിയ സന്തോഷം. സോ ഐ ബി മൂവിങ് ടു മൈ പ്രസന്റേഷൻ. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ലിൻഡൌ മീറ്റിംഗ്സിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും തരാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലിൻഡൌ മീറ്റിംഗ്സിൽ നടക്കുന്ന ഇവന്റ്സ് എന്നത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് ഇതിന്റെ ആപ്ലിക്കേഷൻസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കഴിയുന്ന പോലെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. കാരണം ഈ വർഷം ആപ്ലിക്കേഷൻ പോർട്ടൽ വഴിയൊക്കെയാണ്, കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് അറിയുന്ന ബേസിക് കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി വരിക എന്നുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം, ഓർ ഐ വിൽ ഓൾസോ ഷെയർ മൈ ഡീറ്റെയിൽസ് സോ ദറ്റ് യു ക്യാൻ കോൺടാക്ട് മീ ലേറ്റർ. ബിക്കോസ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ കിട്ടുന്നത് ശരിക്കും വലിയ കാര്യമാണ്. കാരണം എനിക്ക് കോൾ ഫോർ ആപ്ലിക്കേഷൻസ് വന്നത് മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ലിൻഡോ അലുംനൈസിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബിക്കോസ് പുതിയ രീതി ആയതുകൊണ്ട് ആർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ആദ്യം തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ലിൻഡൌ എന്നുള്ളത്. ആ വേർഡിന്റെ മീനിങ് ആണ് എല്ലാവരും ചോദിക്കാറുള്ളത്. സോ ഒന്നുമല്ല, ലിൻഡൌ എന്ന് പറയുന്നത് സദേൺ ജർമ്മനിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. ബവേറിയ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ ബവേറിയയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡ് പ്രോവിൻസ് ആണ് ലിൻഡൌ എന്ന് പറയുന്നത്. ആൻഡ് ലേക്ക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ലേക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമാണ്. ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ ഒരു കൺട്രി സൈഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഞങ്ങളുടെ റാൻഡം ഈവനിങ് വാക്സിലും മോർണിംഗ് വാക്സിലും ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണ്. സോ സാധാ ഫോൺ ക്യാമറയിൽ ഇത്രയും ഭംഗിയുണ്ട് ആ സ്ഥലത്തിനെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ 4th പിക്ചറിൽ നിങ്ങൾ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ സ്വിസ് ആൽപ്സ് ആണ്. സോ അതെല്ലാവർക്കും അറിയാം, അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്നോ ക്യാപ്ഡ് മൗണ്ടൻ ആണ്. സോ സ്വിറ്റ്സർലാൻഡിന്റെയും ഓസ്ട്രിയയുടെയും വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബവേറിയ. അപ്പൊ നമുക്ക് അവിടെ ഈ ലേക്ക് കോൺസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും വ്യൂവും അവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ ലിൻഡൌ അത്രയേ ഉള്ളൂ. അതാണ് ലിൻഡൌ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആൻഡ് ഈ താഴെ കാണുന്ന ഈ ബിൽഡിംഗ്, അത് ലിൻഡൌ മീറ്റിംഗ്സിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. കാരണം അത് ഇൻസെൽ ഹാൾ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ആണ്. സോ ആ ഇൻസെൽ ഹാൾ എന്ന് പറയുന്ന ഈ ഒരു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ലിൻഡൌ മീറ്റിംഗ്സിന്റെ മെയിൻ ഇവന്റ്സ് എല്ലാം നടക്കുന്നത്. അതായത് മെയിൻ ഡിന്നേഴ്സ്, അതുപോലെ അതിന്റെ ഫങ്ഷൻസ് എല്ലാം അവിടെ വെച്ചിട്ടായിരിക്കും നടക്കുക. പക്ഷെ ടോക്സ് ഒക്കെ പല പല ചെറിയ ചെറിയ ഹോട്ടൽസിലും അതുപോലെ വേറെ ചെറിയ കൺവെൻഷൻ സെന്റേഴ്സിലും ഒക്കെ വെച്ച് നടക്കാറുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒത്തുചേരലുകളെല്ലാം ഇൻസെൽ ഹാളിലായിരിക്കും നടക്കുന്നത്. സെഞ്ചുറീസ് പഴക്കമുള്ള ഒരു സ്ഥലമാണ് ഈ ഇൻസെൽ ഹാൾ. പക്ഷെ ഇപ്പൊ അത് അവര് റീഫർബിഷ് ചെയ്ത് വളരെ മോഡേണൈസ്ഡ് ആക്കി, അങ്ങനെയാണ് ഇപ്പൊ അവിടെയാണ് മീറ്റിംഗ്സ് നടക്കാറുള്ളത്. സോ ഇനി ലിൻഡൌ മീറ്റിംഗ്സിന്റെ ഒരു ബേസിക് ഹിസ്റ്ററി എല്ലാവരോടും പറയുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് വിക്കിപീഡിയ വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ 1951 വേൾഡ് വാർ 2 ശേഷം ജർമ്മനി വളരെ സയന്റിഫിക്കലി ഐസൊലേറ്റഡ് ആയി ഒരു ഡെവലപ്മെന്റും ഇല്ലാതെ നിന്നിരുന്ന ഒരു സമയത്താണ് നമുക്ക് നോബൽ ലോറേറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാം എന്നൊരു ഐഡിയ അവിടെ വരുന്നത്. സോ അങ്ങനെയാണ് ഈ കൗണ്ട് ലെനറ്റ് ബെർണഡെറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചിത്രം കാണാം, അദ്ദേഹം ഇടപെട്ടിട്ടാണ് ആദ്യമായി 1951 നോബൽ ലോറേറ്റ്സിനെ എല്ലാവരെയും കൂടെ അവിടെ ഒരുമിപ്പിച്ചത്. സോ ഈ ഒരു ഫാമിലി, ഈ ബെർണഡെറ്റ് ഫാമിലി എന്ന് പറയുന്ന അവർ സ്വീഡിഷ് റോയൽ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവർ താമസിക്കുന്നത് ലിൻഡൌവിൽ നിന്ന് കുറച്ച് മാറി മൈനൌ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ്. ആൻഡ് മൈനൌ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലിൻഡൌ മീറ്റിംഗ്സ് വിച്ച് ഐ വിൽ ടെൽ ലേറ്റർ. സോ അവരോട് നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാരണം അവർ സയൻസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ എന്നിട്ടും സയന്റിഫിക് നെറ്റ്വർക്കിങ്ങിന്റെയും ഡിസ്കസിങ്ങിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവരാണ് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഐഡിയ തുടക്കം കുറിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ മകൾ കൗണ്ടസ് ബെറ്റീന എന്ന് പറയുന്ന ലേഡിയാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. സോ അവരാണ് ഇത് ഇത്രയും കാലമായി വളരെ ബ്യൂട്ടിഫുൾ ആയി നടത്തിക്കൊണ്ടുവരുന്നത്.
സോ ഇത് പിന്നെ പതുക്കെ പതുക്കെ വളർന്നു വരാൻ തുടങ്ങി. അതായത് അവർ നോബൽ പ്രൈസ് വിന്നേഴ്സിന് അവരെ കൂടാതെ യങ് സയന്റിസ്റ്റുകളെയും കൂടെ മീറ്റിംഗിലേക്ക് ആഡ് ചെയ്തു. യങ് സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ PG സ്റ്റുഡൻസ് ഉണ്ടാവും, PhD സ്റ്റുഡൻസ് ഉണ്ടാവും, പോസ്റ്റ് ഡോക്ക് ഉണ്ടാവും. അവരെ ആഡ് ചെയ്തു. അതുകൂടാതെ ഒരു ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അക്കാഡമിക് പാർട്ട്നേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതൊരു ഹ്യൂജ് ഇവന്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ലിൻഡോ മീറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ഒരുമിച്ച് ഒരു റൂഫിന്റെ അടിയിൽ കൊണ്ടുവരുന്ന വേറൊരു പരിപാടി ഈ ലോകത്ത് ഇന്നില്ല. അതായത് സ്വീഡനിൽ നടക്കുന്ന നൊബേൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ നോബൽ വിന്നേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം ലിൻഡോ മീറ്റിംഗ്സ് ആണ്. ആൻഡ് ഓൾസോ അവര് ഇത്രയും യങ് സയന്റിസ്റ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വേറൊരു വെന്യൂ ഉറപ്പായിട്ടും ഈ ലോകത്ത് ഇന്ന് വേറെ എവിടെയുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് അത്രയും പ്രസ്റ്റീജിയസും വാല്യുബിളുമായ ഒരു കാര്യമാണ്. ആൻഡ് 2001 മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ എല്ലാ വർഷവും അറൌണ്ട് 25 to 30 ഡെലിഗേറ്റ്സിനെ ഇവിടെ അയക്കാറുണ്ട്. അതിലൊരു വളരെ ചുരുങ്ങിയ നമ്പർ PG സ്റ്റുഡൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഇയർ എന്നെ കൂടാതെ ഒരു PG സ്റ്റുഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും കൂടുതലും PhD സ്റ്റുഡൻസും കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ പോസ്റ്റ് ഡോക് സ്റ്റുഡൻസും ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ലിൻഡോ മീറ്റിംഗ്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ആ പടത്തിൽ നിങ്ങൾ കാണുന്നത് മാക്സ് ബോണിനെയും വേർണർ ഹൈസൻബർഗിനെയാണ്. സോ അവരെ ഞാനൊരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആരാണെന്ന്. പക്ഷെ അവര് ഇവിടെ നിങ്ങൾ കാണുന്ന വളരെ പീസ്ഫുൾ ആയ ഒരു കോൺവെർസേഷനിൽ അവർ സംസാരിക്കുന്നതാണ്. ഇത് ആദ്യത്തെ ലിൻഡോ മീറ്റിംഗിലെ ഒരു ചിത്രമാണ്. എന്നാൽ ഇവർ സംസാരിക്കുന്ന ഈ പീസ്ഫുൾ കോൺവെർസേഷൻ ശരിക്ക് എങ്ങനെ ഒരു ജർമ്മൻ ആറ്റോമിക് ബോംബ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. സോ ആദ്യത്തെ ലിൻഡോ മീറ്റിംഗിൽ നടന്ന ഒരു വലിയ ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചായിരുന്നു അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തത്. പിന്നീടുള്ള ഓരോ വർഷവും വളരെ ഇമ്പാക്ട്ഫുൾ ആയ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോരുന്നുണ്ട്. പക്ഷെ ഒബ്വിയസ്ലി കാലം മാറും നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സയൻസ് എങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് പലപ്പോഴും കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് ഹൗ ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് എന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെ തരത്തിലേക്ക് ആ ഡിസ്കഷൻസ് മാറിപ്പോന്നു. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡീപ്ഫുള്ളി ഇമ്പാക്ട്ഫുൾ ആയ കാര്യങ്ങളാണ് അവിടെ ഇപ്പോഴും ചർച്ച ചെയ്തു വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇംപ്ലിമെന്റഡ് ഇൻ ടു ദ സൊസൈറ്റി ഓൺ എ റെഗുലർ ബേസിസ്. സോ ദാറ്റ് ഈസ് ലൈക്ക് ആൻ ഹോൾ പിക്ചർ ഓഫ് ദ ലിൻഡോ മീറ്റിംഗ്. ആൻഡ് സോ നൗ അവിടെ എന്താണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒബ്വിയസ്ലി. ഇവിടെ നിങ്ങൾ കാണുന്നത് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത ലിൻഡോ മീറ്റിംഗിലെ പ്രോഗ്രാം ഷെഡ്യൂളാണ്. ഇനി ഇത് ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ അല്ല. ഇത് കൂടാതെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് വേറൊരു ഷെഡ്യൂളും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ തരും. സോ നിങ്ങൾ കാണാം ഇവിടെ രാവിലെ 7 മണിക്ക് തുടങ്ങി ഏകദേശം 9 മണിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. ഒരു 10:30, 11:30, 12 മണി വരെ അവിടെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. സോ എന്താണ് ഇത്രയും 6 ദിവസം സയന്റിസ്റ്റുകൾ തമ്മിൽ സംസാരിക്കുക എന്നൊരു തോട്ട് നമുക്ക് എല്ലാവർക്കും പോകും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ സമയത്തിന്റെ ഒരു ഐഡിയയെ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഐ തിങ്ക് ആ ഒരു ടോട്ടൽ 6 ഡേയ്സിൽ ഞാനൊരു 24 hours ഉറങ്ങിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോകുക. ബിക്കോസ് അത്രയും ഇമ്പാക്ട്ഫുൾ ആയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക. സോ ഒരു കൺവെൻഷണൽ കോൺഫറൻസിലെ പോലെ തന്നെ അവിടെ നോർമൽ ലെക്ചേഴ്സ് ഉണ്ട്, ടോക്സ് ഉണ്ട്, പാനൽ ഡിസ്കഷൻസ് ഉണ്ട്. ഇതെല്ലാം കോമൺ ആണ്. അതുപോലെ സെലക്റ്റഡ് ആയ ആളുകൾക്ക് ഓറൽ പ്രസന്റേഷൻസ് കൊടുക്കാൻ പറ്റും. പോസ്റ്റർ പ്രസന്റേഷൻ അവിടെ ഇല്ല. ഓറൽ പ്രസന്റേഷൻസ് കൊടുക്കാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഓറൽ പ്രസന്റേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ക്രൗഡിൽ ഇരിക്കുന്ന ആളുകൾ നോബൽ ലോറിയറ്റ്സ് ആണ്. സോ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകൾ അത്രയും വലിയ ആളുകളായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കും നിങ്ങളുടെ അബ്സ്ട്രാക്റ്റിനും നിങ്ങളുടെ റിസർച്ചിനും ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമേ നിങ്ങൾക്കും അവിടെ എത്താൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ നിങ്ങൾ ഈ ഇവന്റിൽ കാണുന്ന ഈ പിങ്ക് കളറിലുള്ള ഇവന്റ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇവിടെ ഈ പിങ്ക് കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവന്റ്സ് എല്ലാം തന്നെ സോഷ്യൽ ഇവന്റ്സ് ആണ്. അതായത് നോർമൽ പാർട്ടീസ് ആയിരിക്കും, ഡിന്നേഴ്സ് ആയിരിക്കും, ഗെറ്റ് ടുഗെദേഴ്സ് ആയിരിക്കും. അങ്ങനെ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് വെച്ചാൽ അപ്പാർട്ട് ഫ്രം എൻ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ, അപ്പാർട്ട് ഫ്രം എൻ അക്കാഡമിക് പ്രോഗ്രാം, നമുക്ക് നോബൽ ലോറിയറ്റ്സിനോട് വളരെ പേഴ്സണലായി സംസാരിക്കുവാനും മേ ബി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അവരുടെ കൂടെ ഒരു കോഫി ഷെയർ ചെയ്യാനും ഒക്കെ വളരെ അത്രയും ഇന്റിമേറ്റ് ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലിൻഡോ മീറ്റിംഗ്സ് ഒരുക്കി തരുന്നത്. ഓണസ്റ്റ്ലി ഷോക്ക് കാറ്റലിസ്റ്റിന്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കുകയും അതുപോലെ ക്ലിക്ക് കെമിസ്ട്രിയിൽ സൈക്ലോ അഡീഷൻ റിയാക്ഷൻസ് വരച്ച് പഠിക്കുകയും ചെയ്ത് എനിക്ക് മോർട്ടൻ മെൽഡലിന്റെ കൂടെ അടുത്ത് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുമെന്ന് അന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓണസ്റ്റ്ലി വിശ്വസിക്കില്ലായിരുന്നു.
പക്ഷെ അത് സംഭവിച്ചു. സോ അത്രയും അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലിൻഡോ മീറ്റിംഗ്സിൽ ചെന്നാൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ സോഷ്യൽ ഇവന്റ്സിന്റെ എല്ലാം സമയത്തും അവർ വളരെ ഫ്രീ ആയിട്ട് അവിടെ പ്രസന്റ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ എക്സ്ട്രീംലി ഹംബിൾ. ആൻഡ് നമുക്ക് അവരെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, അവരോട് സംസാരിക്കാം. അങ്ങനത്തെ തരം ആളുകളാണ് അവരുള്ളത്. ബിക്കോസ് അവരും ഈ ഇവന്റിന് വരുന്നത് ഇപ്പോൾ നടക്കുന്ന സയൻസുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പലവരും റിട്ടയർഡ് ആയ ആളുകളാണ്, പക്ഷെ എന്നാലും അവർ ആക്റ്റീവ്ലി നിൽക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ ഇവന്റ്സിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പാർട്ട് ഫ്രം നോബൽ ലോറിയറ്റ്സ് യു ഓൾസോ ഗെറ്റ് എ ചാൻസ് ടു ഇന്ററാക്ട് വിത്ത് യങ് സയന്റിസ്റ്റ് ഫ്രം അക്രോസ് ദ വേൾഡ്. കാരണം ഈ സൗത്ത് ഏഷ്യയിൽ ഈ ഒരു ചെറിയ കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് പോയിട്ട് ഇപ്പോൾ മേ ബി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ അസർബൈജാൻ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് കൂടിയില്ലാത്ത പല കൺട്രീസിൽ നിന്ന് വരുന്ന ഒരുപാട് ഡെലിഗേറ്റ്സിനോട് സംസാരിക്കാനുള്ള ഒരു അവസരവും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അത് വളരെ വാല്യുബിൾ ആണ്. ബിക്കോസ് നമ്മൾ റിസർച്ചിൽ നേരിടുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസർച്ചിനെ നമ്മൾ കാണുന്ന ഒരു രീതിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയാൽ നമുക്കൊരു ഡിഫറൻസ് വരും. എന്തിനു വേണ്ടി ചെയ്യണം, എത്ര ഇമ്പാക്ട്ഫുൾ ആയി ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ലഭിക്കും. പിന്നെ എത്രത്തോളം യങ്ങർ ആയിട്ട് നിങ്ങൾ ലിൻഡോ മീറ്റിംഗിൽ പോകുന്നോ അത്രയും ബെറ്റർ ആണ് നിങ്ങൾക്ക്. കാരണം ആസ് എൻ MSc സ്റ്റുഡന്റ് ഞാനൊരു ഓപ്പൺ ബുക്ക് ആയിട്ടാണ് പോയത്. കാരണം എനിക്ക് എന്റേതായിട്ട് പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ഒരു റിസർച്ച് ഇല്ല. ഞാൻ പ്രോജക്ട്സും ഇന്റേൺഷിപ്സും ചെയ്തതാണുള്ളത്. സോ എനിക്ക് ഇനി ഞാൻ എന്ത് ചൂസ് ചെയ്യണം, എനിക്ക് PhD ചെയ്യണം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്തിൽ ചെയ്യണം, ഇപ്പൊ എന്താണ് ലോകത്ത് വേണ്ട പ്രോബ്ലംസിന് സൊല്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയാൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസ് ആണ് അവിടെ ലിൻഡോ മീറ്റിംഗിൽ നടക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിക്സ് ആണ്. സോ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നോബൽ ലോറിയറ്റ്സ്. ഞാൻ ആ ഫോട്ടോസിന് എവിടെയോ പോസ്റ്റ് ചെയ്തപ്പോൾ ക്യാപ്ഷൻ കൊടുത്തത് ദ ഫ്രോണ്ടിയേഴ്സ് ഇൻ ദ വേൾഡ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതാണ്. കെമിസ്ട്രി മാത്രമല്ല, ഫിസിക്സിലെയും ഫിസിയോളജി, മെഡിസിനിലെയും ഒക്കെ ലോറിയറ്റ്സ് ഉണ്ട് അതിൽ. ഇതിൽ നിങ്ങൾക്ക് കാണാം ജോൺ എം ജംപർ. അദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2024 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആളാണ് മുന്നിൽ നിൽക്കുന്ന ജോൺ എം ജംപർ എന്ന് പറയുന്ന. അദ്ദേഹത്തിന് 40 വയസ്സ് മാത്രമാണ് പ്രായം. അദ്ദേഹം തുടങ്ങി 93 ഇയേഴ്സ് ആയിട്ടുള്ള വോൾട്ടർ ഗിൽബർട്ട് അടക്കമുള്ള ഒരുപാട് ലോറിയറ്റ്സ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അറൌണ്ട് 35 to 40 ലോറിയറ്റ്സ് ആയിരുന്നു ഈ വർഷം പങ്കെടുത്തിരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നത് കൗണ്ടസ് ബെറ്റീന ബെർണഡറ്റ് ആണ്. അവരാണ് കൗൺസിലിന്റെ പ്രസിഡന്റ്. അവരാണ് ഈ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും കുറച്ച് എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 1-2 പേരുടെ ഒപ്പം ഫോട്ടോ എടുത്തു. അതിൽ യു കെൻ സി ബെൻ ഫെറിംഗ, മൗഞ്ചി ബാവണ്ടി. അവര് ബെൻ ഫെറിംഗ ഫോർ മോളിക്കുലാർ മെഷീൻസ് ആൻഡ് മൗഞ്ചി ബാവണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്വാണ്ടം ഡോട്ട്സിന് റീസെന്റ് പ്രൈസ് ആണ്. ആൻഡ് ഇത് പേഴ്സണലി എനിക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. കാരണം ആസ് എൻ ഓർഗാനിക് കെമിസ്റ്റ് മോർട്ടൻ മെൽഡലിനോട് സംസാരിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ അദ്ദേഹം വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആളാണ്. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനും എവിടുന്ന് വരുന്നു ഇതൊക്കെ അറിയാൻ അദ്ദേഹം ഒരുപാട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. സോ അതൊരു വളരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോൺവെർസേഷൻ ആണ് അത്. പിന്നെ ഞാൻ നേരത്തെ മൈനോ ഐലൻഡിനെ പറ്റി പറഞ്ഞിരുന്നു. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ലിൻഡോ മീറ്റിംഗിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിരുന്നു. സോ എല്ലാ ദിവസവും നിങ്ങൾ ഒരുപക്ഷെ ഈ ഷെഡ്യൂളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ബോട്ട് ക്രൂസ് ടു മൈനോ ഐലൻഡ്. സോ അതൊരു വളരെ ഇമ്പാക്ട്ഫുൾ ആയ കാര്യമാണ്. നമ്മൾ ലിൻഡോ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ഒരു 2 hours ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന വേറെ ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡ് ആണ് മൈനോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോൺ എസ് ദ ഐലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പാലസ് ആണ് ബെർണഡറ്റ് ഫാമിലിയുടെ ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയുന്നത്. സോ അങ്ങോട്ട് അവർ അവരുടെ ഐലൻഡിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ലാസ്റ്റ് ദിവസം. ഈ ഐലൻഡ് എന്തുകൊണ്ട് ഇമ്പാക്ട്ഫുൾ ആകുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഓക്കെ ബൈ ദ വേ ഇതായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്ത ബോട്ട്. സോ ഓണസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ ബോട്ട് ഇതിനു മുൻപ് ടൈറ്റാനിക് മൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ എനിക്കിത് വലിയൊരു വളരെ എന്താ പറയാ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 3 ടയേർഡ് ബോട്ടിൽ അത്രയും ഇറ്റ്സ് ഹ്യൂജ്. നമ്മൾ ഈ കാണുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ ഇറ്റ്സ് എ ഹ്യൂജ് ബോട്ട്. സോ ഇതെടുത്തിട്ടാണ് നമ്മൾ മൈനോ ഐലൻഡിൽ എത്തുക. ആൻഡ് മൈനോവിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ദിവസം മൈനോ ഐലൻഡിൽ വെച്ചിട്ട് ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടാവും. ആൻഡ് ആ പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇസ് മോസ്റ്റ് പ്രോബബ്ലി ദി എസെൻസ് ഓഫ് ദാറ്റ് ഇയേഴ്സ് മീറ്റിംഗ്. അതായത് ആ വർഷത്തെ മീറ്റിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തീം ആയിരിക്കും ആ പാനൽ ഡിസ്കഷനിൽ ചർച്ച ചെയ്യുക. അതിൽ നോബൽ ലോറിയറ്റ്സ് ഉണ്ടാവും, അതല്ലാത്ത വേറെ അക്കാഡമിക് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ 1-2 യങ് സയന്റിസ്റ്റുകൾക്കും റെപ്രസെന്റ് ചെയ്യാനുള്ള അവസരം അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ മൈനോ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷം പുറകോട്ട് പോകുന്നതാണ്. കാരണം 1955 ആദ്യമായിട്ട് അവിടെ ആന്റി ന്യൂക്ലിയർ വാർഫെയർ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യുകയുണ്ടായി. അതുപോലെ
2015 ക്ലൈമറ്റ് ചേഞ്ചിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരെണ്ണം സൈൻ ചെയ്തു. ആൻഡ് 2024 നമുക്കറിയാം ഇപ്പൊ ചുറ്റും ഒരുപാട് രാജ്യങ്ങളിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള വാർസ് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഉള്ളതിന് അതിന് അഗേൻസ്റ്റ് ആയിട്ട് വീണ്ടും ഈ ന്യൂക്ലിയർ വാർഫെയറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ റീവാമ്പ് ചെയ്യുകയുണ്ടായി. സോ ഈ മൈനർ ഐലൻഡ്സിൽ നടക്കുന്ന ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഇസ് യൂഷ്വലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ സൊസൈറ്റി. അതായത് നേരെ സൊസൈറ്റിയിലേക്ക് അതിന്റെ ഇമ്പാക്ട് നമുക്ക് വളരെ അടുത്തായിട്ട് തന്നെ അറിയാൻ പറ്റും. ഈ വർഷം സയൻസ് ഡിപ്ലോമസിയെ പറ്റിയായിരുന്നു ചർച്ചകൾ നടന്നത്. അതിനുശേഷം അടുത്ത വർഷത്തേക്ക് അവർ പ്ലാൻ ചെയ്യുന്നത് മെയിൻലി ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും US-ലൊക്കെ നടക്കുന്ന സയൻസ് ഫണ്ട് കട്ട്സ് പോലത്തെ പ്രോബ്ലംസ്. സോ അതിനെപ്പറ്റിയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരുപാട് ഒരു പ്ലാറ്റ്ഫോം നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് അമേസിങ്. കാരണം ഇത്രയും സയന്റിസ്റ്റുകൾ, അതും സയൻസിലെ ഏറ്റവും ടോപ്പ് ആളുകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് വേറൊരു വെന്യൂവിൽ ഒരിക്കലും നടക്കില്ല. സോ അവർ ഇതിനെ ഒന്നിച്ച് നിന്നാൽ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് ഇസ് ഗോൺ ഹാപ്പൻ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണത്. പിന്നെ അവിടെയുള്ള ഒരു സോഷ്യൽ ഇവന്റ് ആണ് സയൻസ് പിക്നിക് എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി കൺസെപ്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗാർഡനിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരിക്കാം, നമുക്ക് ആരുടെ അടുത്ത് വേണമെങ്കിൽ പോയിരിക്കാം, ഏത് നാഷണാലിറ്റിയിലുള്ള സയന്റിസ്റ്റിന്റെ അടുത്ത് പോകാം, ഈവൻ നോബൽ ലോറേറ്റ്സിന്റെ അടുത്ത് പോയി നമുക്ക് ഇരിക്കാം. എന്നിട്ട് നമുക്ക് അവരോട് റാൻഡം ആയിട്ട് ഓവർ ഫുഡ് നമുക്ക് അവരോട് സംസാരിക്കാം. ഇത് വളരെ സറിയൽ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു നോബൽ ലോറേറ്റിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പ്രൈസ്ലെസ് ആണ്. ബിക്കോസ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കേൾക്കുന്ന പല പേരുകളുമാണ് നമ്മൾ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. സോ അവിടെ മോസ്റ്റ്ലി എല്ലാ നോബൽ ലോറിയറ്റ്സും പ്രസന്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു നെറ്റ്വർക്ക് വിത്ത് ദം. സോ അതാണ് മൈനർ ട്രഡീഷൻ. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇന്ത്യൻ ഡെലിഗേഷൻ ആയിരുന്നു ഈ വർഷത്തെ. സോ നിങ്ങൾ വിചാരിക്കും എത്ര പേർക്ക് സെലക്ഷൻ കിട്ടും, അങ്ങനെയല്ല. സോ ഇവിടെ ഈ കാണുന്ന പിക്ചറിലുള്ളതാണ് 29 ഇന്ത്യൻ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദ വൺ പേഴ്സൺ ഹു കെയിം. നിങ്ങൾ ഫോമിൽ കണ്ടിട്ടുണ്ടാവും സാറിന്റെ പേര് അരിന്ദം ഭട്ടാചാര്യ. ഹീസ് എ വെരി സീനിയർ ഓഫീസർ ഇൻ DST. സോ സാർ ആയിരുന്നു നമ്മളെ അക്കമ്പനി ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്നത് ടോട്ടൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ആയിരുന്നു. സോ ഈ 600 യങ് സയന്റിസ്റ്റുകൾ ഉള്ളതിൽ ഐ തിങ്ക് മോർ ദൻ 100 ആൾക്കാർ ഇന്ത്യൻസ് ആയിരുന്നു. സോ നമുക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് റിസർച്ചേഴ്സ് അവിടെ പ്രസന്റ് ആയിരുന്നു. ഈ റിസർച്ചേഴ്സിൽ തന്നെ മലയാളികളുടെ എണ്ണവും ഒരുപാട് കൂടുതലായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു പേഴ്സണലി. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നത് അവിടുത്തെ ബവേറിയൻ ഈവനിങ് എന്ന് പറഞ്ഞ ഒരു വളരെ സ്പെഷ്യൽ പരിപാടിയാണ്. അതായത് നമ്മൾ എല്ലാവരും ഈ 600 യങ് സയന്റിസ്റ്റുകളും അവരുടെ കൾച്ചറൽ വേസിൽ വന്നിട്ട് അഗൈൻ ഒരു പാർട്ടി ഡിന്നർ പോലത്തെ ഒരു ഇവന്റ് ആണത്. സോ അഗൈൻ എ ബ്യൂട്ടിഫുൾ കൾച്ചറൽ ഇവന്റ്. സോ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റും. പക്ഷെ എങ്ങനെ എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. സോ ഇനി ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ സാർ പറഞ്ഞ പോലെ സെപ്റ്റംബർ 30 ഡെഡ് ലൈൻ വരുന്ന DSTയുടെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതെനിക്കറിയാം ഈ വർഷം എന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് എല്ലാവരും നേരിടുന്നുണ്ട്. ടെക്നിക്കലി ഒരു പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന അരിന്ദം സാറിന്റെ മെയിൽ ID കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ അതിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്തായാലും 30 5 PM മുന്നേ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് കൗൺസിലിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് മിഡ് ഒക്ടോബർ മിഡ് നവംബർ ഒരു മെയിൽ പ്രതീക്ഷിക്കാം. ആ മെയിൽ കൗൺസിൽ ഫോർ ലിൻഡോ മീറ്റിംഗ്സിൽ നിന്നായിരിക്കും. അവർ നിങ്ങൾക്ക് ഒരു പോർട്ടലിന്റെ ഡീറ്റെയിൽസും അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങൾ തരും. സോ ആ പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ദിവസത്തിന്റെ ഉള്ളിൽ ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരിക. ബട്ട് അഗൈൻ ഇത് സെലക്ഷൻ ലഭിച്ചവർക്ക് മാത്രമായിരിക്കും. DSTയിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടും നമ്മൾ ആ ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ലിൻഡോയിൽ നിന്ന് നമുക്ക് റിജക്ഷൻ ആണെങ്കിൽ ആ ലെവലിൽ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബിക്കോസ് അത് കംപ്ലീറ്റ്ലി DSTയുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. DSTയിൽ നിന്ന് റിജക്ഷൻ വരുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ബട്ട് അഗൈൻ ഇഫ് യു ആർ സെലക്ടഡ് നിങ്ങൾക്ക് ഒക്ടോബർ ആവുമ്പോൾ ഒരു മെയിൽ പ്രതീക്ഷിക്കാം. പിന്നീട് പിന്നെ ഒരു ലോങ് വെയിറ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഇത് അപ്ലൈ ചെയ്തു എന്ന് മറന്നു തന്നെ പോകുന്ന ഒരു വെയിറ്റ് ആണത്. ബിക്കോസ് നവംബറിൽ ഈ ലെവൽ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് മാർച്ചിലാണ്. ടു ബി പ്രിസൈസ് മാർച്ച് 18 വൈകുന്നേരം 7 മണിക്കായിരിക്കും നിങ്ങൾക്ക് മെയിൽ വരിക. ആ 7 മണിക്ക് വരുന്ന മെയിലിൽ നിങ്ങൾ സെലക്റ്റഡ് ആണോ നിങ്ങൾ റിജക്റ്റഡ് ആണോ എന്നുള്ളത് കൗൺസിലിൽ നിന്ന് അവർ പറയുന്നതായിരിക്കും. സോ ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള മെയിൽ. സോ ഇഫ് യു ഹവ് മെയ്ഡ് ഇറ്റ് യു വിൽ ഗെറ്റ് എ മെയിൽ ലൈക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹവ് മെയ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ സോറി ബെറ്റർ ലെറ്റ് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ ദാറ്റ്സ് എ ഗുഡ് തിങ് ബിക്കോസ്
നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് മെയിൽ വരും. സോ നമുക്ക് അതിനൊരു ക്ലോഷർ അപ്പൊ തന്നെ തീരുമാനമാവും. അതിനുശേഷം പിന്നെ ഉള്ളത് റാൻഡം വിസ പ്രോസസ്സിങ് കാര്യങ്ങളാണ്. അത് നോർമൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിൽ വരുന്ന പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ബാക്കി ചെയ്യാനുണ്ടാവുക. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വരേണ്ടത്, എന്തൊക്കെയാണ് അതിൽ വരേണ്ട കാര്യങ്ങൾ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ ഞാൻ അതിന്റെ ഫോർമൽ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് ഫോം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ പ്ലസ് പോയിന്റ്സ് എന്നുള്ളതിന് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാം. തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു CV ക്രിയേറ്റ് ചെയ്യുക. അത് വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. മീൻസ് അത് വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ, കഴിവതും ലേറ്റക്സ് അല്ലെങ്കിൽ ഓവർലീഫ് മാതിരിയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ CV ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ആ CVയിൽ നിങ്ങളുടെ ഗ്രേഡ്സ്, അവാർഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. സർ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇല്ല നിരഞ്ജന, ചെറിയ നെറ്റ്വർക്ക് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നേ ഉള്ളൂ. ഓഡിയോ ഓക്കെയാണ്, കണ്ടിന്യൂസ് ചെയ്യാം. സർ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് നല്ല മഴയുണ്ട് ഇവിടെ, സോ പ്ലീസ് എക്സ്ക്യൂസ്. ഓക്കെ, പിന്നെ വരുന്ന കാര്യം നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആണ്. സോ അതും ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് അവർ വളരെ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റാൻഡം ആയിട്ട് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എഴുതാതെ കുറച്ച് പേഴ്സണലൈസ്ഡ് ആയ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഹീ ഈസ് എ ഗുഡ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡന്റ് എന്ന് എഴുതുന്നതിന് പകരം എങ്ങനെയാണ് അവരൊരു ഗുഡ് സ്റ്റുഡന്റ് ആകുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ക്വാളിറ്റി എന്നുള്ളത് സ്പെസിഫിക്കലി എഴുതാനായിട്ട് നിങ്ങൾ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എഴുതുന്ന ആളുകളോട് പറയണം. പിന്നെ നിങ്ങൾ പുറത്തെ സ്ഥലങ്ങളിൽ ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ നിങ്ങൾ പുറത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ അതായത് നാഷണൽ യൂണിവേഴ്സിറ്റീസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ CV-യിൽ എന്തായാലും വളരെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ആൻഡ് ഓൾസോ ഈ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് കഴിവതും അവരുടെ അടുത്ത് നിന്ന്, അതായത് നിങ്ങളുടെ അവിടുത്തെ സൂപ്പർവൈസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടിരിക്കുക. ദാറ്റ് ഡസൻ മീൻ നിങ്ങളുടെ പ്രൊഫസേഴ്സിന്റെ അടുത്ത് നിന്ന് വെക്കരുത് എന്ന്. നിങ്ങളുടെ പ്രൊഫസേഴ്സ്, ഇപ്പോൾ പേഴ്സണലി എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാമിന്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ മാമിന്റെ ലെറ്റർ തന്നെയാണ് ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിവതും പുറത്തുനിന്ന് ഒരു ലെറ്റർ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്കില്ലുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ഡാൻസർ ആയിരിക്കാം, പാട്ട് പാടുമായിരിക്കാം, അത് നിങ്ങൾ മടിച്ചിട്ട് CV-യിൽ വെക്കാതിരിക്കരുത്. അത് ആക്ച്വലി വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് നിങ്ങൾ എല്ലാ ഏരിയാസിലും കഴിവ് തെളിയിക്കുന്ന ആളാണോ, അതുപോലെ നിങ്ങൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇൻഡൾജ് ചെയ്യുന്ന ആളാണോ എന്നൊക്കെ അവർ ഒരുപാട് ചെക്ക് ചെയ്യും. സോ അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മടിച്ചിട്ട് അത് CV-യിലോ ലിങ്ക്ഡിനിലോ ഒന്നും വെക്കാതിരിക്കരുത്. യു ഹാവ് ടു ആഡ് ഇറ്റ് എവറിവെയർ സോ ദാറ്റ് ദേ കൻ ചെക്ക്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇംഗ്ലീഷിൽ റീസണബിളി നല്ലൊരു കമാൻഡ് വേണം. ബട്ട് അത് പറയുന്നത് നിങ്ങൾക്ക് ആക്സെന്റ് ഇട്ട് സംസാരിക്കാൻ അറിയണമെന്നോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. കാരണം അവിടെ നടക്കുന്ന എല്ലാ ഇവന്റ്സും ഇംഗ്ലീഷിലാണ്. സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കണം. അതുപോലെ അവർ പറയുന്നത് തിരിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വേണമെന്ന് പറയുന്നത്. പക്ഷെ അഗൈൻ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ഇതിനു വേണ്ടി ആരും IELTS TOEFL പോലെയുള്ള എക്സാംസ് എഴുതരുത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. ഞാനിത് എഴുതാതെയാണ് അപ്ലൈ ചെയ്തിരുന്നത്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് വെക്കുന്നതും നല്ലതായിരിക്കും. സോ ഇതാണ് ബേസിക്കലി നിങ്ങളുടെ ഒരു CV-യെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സോ ഇനി സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ എന്തൊക്കെയാണ് ഈ സ്പോൺസർഷിപ്പിൽ കവേർഡ് ആയിട്ടുള്ളത് എന്ന് പലർക്കും അറിയില്ലായിരിക്കും. സോ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് €0 ജർമ്മനി പോയി തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷെ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ടു ആൻഡ് ഫ്രോ എയർ ഫെയർ DST ആയിരിക്കും തരിക. നമ്മൾ ഡയറക്റ്റ്ലി ഒരു ടിക്കറ്റും ബുക്ക് ചെയ്യേണ്ട, അവർ തന്നെ നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് തരും. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഡൽഹിയിൽ നിന്നാണ് പോവുക. സോ ഡൽഹി വരെ എത്തേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ബട്ട് അതിനുള്ള പൈസയും നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ലിൻഡൌവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ ഉണ്ട്. അതുപോലെ ഫുഡ് ആൻഡ് ലോക്കൽ ട്രാവലും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വെൻ ഐ സേ അക്കോമഡേഷൻ, നമുക്ക് ആക്ച്വലി കിട്ടുന്നത് അവിടുത്തെ വൺ ഓഫ് ദ പ്രീമിയം ഹോട്ടൽസിൽ ഒരു സിംഗിൾ റൂം ഒക്കെയാണ്. സോ നമുക്ക് അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ അവിടെ ചെന്നാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുക ഫോർ സമ്മൺ ഹൂസ് ജസ്റ്റ് എ യങ് സയന്റിസ്റ്റ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ വിസ എക്സ്പെൻസസ്, അതായത് ഷെങ്കൻ വിസ എക്സ്പെൻസസും കംപ്ലീറ്റ്ലി റീഫണ്ടഡ് ആയിട്ടാണ് കിട്ടുന്നത്. സോ എസെൻഷ്യലി നമ്മൾക്ക് ലിൻഡൌവിൽ പോകുന്ന സമയത്ത് കയ്യിൽ യാതൊരു പൈസയുടെ ആവശ്യമില്ല. ബട്ട് അഗൈൻ ഇറ്റ് ഇസ് ഫോർ അവർ ഓൺ ഗുഡ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സുവനിയേഴ്സ് കളക്ട് ചെയ്യണമെങ്കിൽ മാത്രം പൈസ കൊണ്ടുപോയാൽ മതിയാവും.
ഇനി അപ്പാർട്ട് ഫ്രം ദിസ്, ഈ ബിഗർ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണെങ്കിൽ, അഗൈൻ സർ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് ഇനി ലിൻഡോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എങ്കിൽ യു ഹാവ് ടു ഗോ ആസ് എ നോബൽ ലോറേറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓൾസോ ഗോ ആസ് പാർട്ട് ഓഫ് ദ കൗൺസിൽ. പക്ഷെ കൗൺസിലിൽ എത്തിപ്പെടുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് ആ കൗൺസിലിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നൊബേൽ പ്രൈസ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരും ഈ ലോകത്തേക്ക് അത്രയും ഡീപ്പായിട്ടുള്ള സയന്റിഫിക് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഈസിലി എത്താൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ആസ് എ യങ് സയന്റിസ്റ്റ് തന്നെയാണ്. അതും എത്രത്തോളം ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ അത്രയും ബെറ്റർ ആണ്. കാരണം ആസ് എൻ MSc സ്റ്റുഡൻറ് നിങ്ങൾ അവിടെ പോയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു 2 MSc സ്റ്റുഡൻസ് ആണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് പോയത്. കഴിഞ്ഞ വർഷം അത് 5 പേരായിരുന്നു. അതുപോലെ വളരെ കുറച്ച് ആളുകളാണ് എല്ലാ വർഷവും MSc സ്റ്റുഡൻസ് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റിട്ടൺ അഗ്രിമെന്റ് ദാറ്റ് യു നോ സംതിങ് അബൌട്ട് റിസർച്ച്, യു ഹാവ് ഡൺ യുവർ ഫെയർ ഷെയർ ഓഫ് റിസർച്ച്. സോ നിങ്ങൾ ഇനി പുറത്തേക്ക് PhD അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അത് വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ അഗൈൻ ദി ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് സയൻസ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 93 ഇയേഴ്സ് ആയ നോബൽ ലോറേറ്റ്സ് തൊട്ട് അവർക്ക് പലവർക്കും നടക്കാൻ കൂടി വയ്യാത്ത, വടി കുത്തി നടക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഇപ്പോഴും സയൻസിനോടുള്ള ആ ഒരു അൺഡൈയിങ് പാഷൻ നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഭാഗമാകുക, അവരോട് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ഐ വുഡ് ലൈക്ക് ടു ഡിഫൈൻ ഇറ്റ് എസ് ഡിവൈൻ. അത് ഭയങ്കര ഡിവൈൻ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അത് എല്ലാവർക്കും ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അറിയാത്തത് കൊണ്ട് പലവരുടെ കയ്യിൽ നിന്നും സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അഗൈൻ ഈ ലിൻഡോ അലുമിനൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വളരെ പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളാണ്. ആ സയന്റിസ്റ്റുകൾക്കിടയിൽ ഇൻക്ലൂഡിങ് നോബൽ ലോറിയേറ്റ്സ് അവിടെ പ്രസന്റ് ആണ്. സോ അത് അതായത് മോർട്ടൻ മെൽഡൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആള് ആസ് എൻ MSc സ്റ്റുഡൻറ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ലിൻഡോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നൊബേൽ പ്രൈസ് ലഭിച്ചതിന് ശേഷം ഇപ്പൊ എല്ലാ വർഷത്തെ ലിൻഡോ മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള പോസിബിലിറ്റീസ്, അത് ഒരുപക്ഷെ നിങ്ങളിൽ ഒരാളാകാം അടുത്തതായി അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ചാൻസ് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് പറ്റുമോ എന്നൊരു ഡൗട്ട് വരുന്നത് കൊണ്ടോ ആരും അത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ബിക്കോസ് ഓണസ്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ CV നല്ലതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ കിട്ടില്ല എന്ന ഒരു ഉറപ്പിലായിരുന്നു ഞാൻ കൊടുത്തത്. കാരണം ഐ നോ ഇറ്റ് ഈസ് എൻ ഇൻക്രെഡിബ്ലി ഹാർഡ് തിങ് ദറ്റ് ഐ എം ഷൂട്ടിംഗ് ഫോർ. ബട്ട് അഗൈൻ ഐ ഡിസൈഡഡ് ടു ടേക്ക് ദ ചാൻസ്. കാരണം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഈ വർഷം സെലക്ഷൻ കിട്ടിയാൽ അത് ഒരു ലൈഫ് ഓൾട്ടറിങ് മൊമെന്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ എല്ലാവരും ആ ഒരു ചാൻസ് എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇഫ് യു ഹാവ് ദി എലിജിബിലിറ്റീസ് യു ഹാവ് ടു അപ്ലൈ ഫോർ ദിസ് മീറ്റിംഗ്. വേറെ ഒന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രയും പ്രഷ്യസ് ആയ ഒരു കാര്യമായിരിക്കും. അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന കാര്യമാണ്. സോ ഐ വിൽ ഷോ യു സംതിങ് ബിഫോർ ഐ സ്റ്റോപ്പ്. സോ ദിസ് ഇസ് ദ നെയിം ടാഗ് ദേ ഗിവ് യു. അവിടെ പോയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ഇത് ക്യാരി ചെയ്യണം. ഇതില്ലാതെ നമുക്ക് അവിടെ ഒരു എൻട്രി ഒന്നും കിട്ടില്ല. സോ എനിക്ക് അറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എടുത്തു വെക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ സാധനം. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾക്കും ഇനി നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടാഗ് നിങ്ങൾക്കും കയ്യിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജെന്യുവിൻലി ആഗ്രഹിക്കുന്നു. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കെൻ ഷൂട്ട് ഇറ്റ് മൈ വേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹലോ നിരഞ്ജന, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞു. ഓക്കെ. സോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. സോ ബിഫോർ ദാറ്റ് എനിക്കത് പറയാതെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ലൈക്ക് എനിക്ക് ഫ്രീക്വന്റ്ലി ഗൂസ് ബംസ് കിട്ടുന്നുണ്ടായിരുന്നു അത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇനീഷ്യലി ആ നോബൽ ലോറേറ്റ്സിന്റെ കാര്യങ്ങൾ പറയുന്ന ടൈമിലാണെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും ഒബ്വിയസ്ലി സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റോട് കൂടി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ആ ഒരു പാഷനും കാര്യങ്ങളും നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് കാണുമ്പോൾ തോന്നുകയാണ് ലൈക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വെതർ നിരഞ്ജന പറഞ്ഞ പോലെ കിട്ടുമോ കിട്ടാതിരിക്കും ഇസ് ഓൾവേസ് സെക്കൻഡറി. അതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് മീറ്റിങ്ങിലുണ്ട്. സോ നിരഞ്ജന പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും അത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. വെതർ ഗെറ്റ് ഓർ നോട്ട് ആ സെക്കൻഡറി ആണ്. ബട്ട് ദ കറേജ് ടു അപ്ലൈ ദാറ്റ് മാറ്റേഴ്സ്. നിരഞ്ജനയുടെ കേസിലും കിട്ടുമോ കിട്ടില്ല എന്നുള്ള സംശയം ഉണ്ടായിട്ട് പോലും അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. സോ ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്കും എന്താണ് വളരെ മോട്ടിവേറ്റിംഗ് ആയിരിക്കും.
സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുണ്ടാവും. സോ സ്റ്റേജ് ഓപ്പൺ ആണ്, യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. ആപ്ലിക്കേഷൻസിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ടായിരുന്നു. സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പാസ്പോർട്ട് വേണം, അത് കമ്പൽസറി ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് വാലിഡായി ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള 3 ദിവസത്തിൽ പാസ്പോർട്ട് എടുക്കാൻ കുറച്ച് പ്രശ്നമായിരിക്കും. പക്ഷെ ഞാൻ ആക്ച്വലി തത്കാലിൽ ഇതിനു വേണ്ടി പാസ്പോർട്ട് എടുത്തിട്ടായിരുന്നു ചെയ്തത്. സോ അത് കുറച്ച് ഞാനത് പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ അഗൈൻ അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പോയി എടുത്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു. സോ യെസ്, യു ഹാവ് ടു ഹാവ് എ പാസ്പോർട്ട്, എന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഐ തിങ്ക് ഈ വർഷം നിങ്ങൾക്കൊരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ID, പാസ്വേഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ലഭിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾ അതിൽ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം, ഗ്രേഡ്സ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ടോപ്പ് 3 പൊസിഷൻ വേണം എന്നൊരു ക്രൈറ്റീരിയൻ ഉണ്ട് MSc ഫസ്റ്റ് ഇയറിൽ. അതായത് ഇന്റഗ്രേറ്റഡ് MSc ആണെങ്കിൽ 4th ഇയറിൽ ടോപ്പ് 3 പൊസിഷൻസിൽ ഉണ്ടായിരിക്കണം. അതിപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജസ്റ്റ് ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇപ്പം എൻ്റെ കേസിൽ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ HOD സൈൻ ചെയ്തൊരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് CGPA ആയിരുന്നു ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവർ അക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. പിന്നെ വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആണ്. പിന്നെ എനിക്കറിയില്ല ഇപ്പോഴത്തെ പോർട്ടലിൽ അവർ ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല, മോട്ടിവേഷനും അല്ലെങ്കിൽ അപ്ലിക്കേഷനുള്ള റീസൺ ഒക്കെ ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക, ഓപ്പൺ ആയിട്ട് എഴുതണം. അതായത് ഇപ്പോൾ മീൻസ് വളരെ സയന്റിഫിക് ആയ രീതിയിൽ അത് എഴുതാൻ ശ്രമിക്കണം. അതായത് ഇറ്റ് ഇസ് മൈ ഡ്രീം ടു മീറ്റ് ലോറി, അങ്ങനെ ഒരു രീതിയിലല്ലാതെ സ്പെസിഫിക്കലി നിങ്ങൾ ചെയ്ത റിസർച്ചുമായി കണക്ട് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് അവിടെ വന്നാൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം അത് എഴുതാൻ. അത് ഈ ലെവലിൽ അല്ലെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ലെവലിൽ ചോദിക്കും. സോ അപ്പം അത് ശ്രദ്ധിച്ചെഴുതണം. പിന്നെ അതുപോലെ റിസർച്ച് ഏരിയ ചോദിക്കുമ്പോഴാണെങ്കിലും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുക നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്താണ് എന്നുള്ളത്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ആപ്ലിക്കേഷനിൽ വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്. അപ്ലൈ ചെയ്യേണ്ടത് അഗൈൻ അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, ഹൗ ടു അപ്ലൈ. പോർട്ടൽ വഴിയാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാം, ഫീസ് ഒന്നുമില്ല. അതുകൊണ്ടും കൂടാണ് ഞാൻ പറഞ്ഞ എല്ലാവരും അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ. പിന്നെ MSc കഴിഞ്ഞവർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം പറ്റില്ല. പക്ഷെ നിങ്ങൾ ഡിസ്ഹാർട്ടൻഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ JRF കിട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തോ എവിടെയെങ്കിലും നിങ്ങൾ PhDക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇൻ ദ 2nd or 3rd ഇയർ ഓഫ് യുവർ PhD നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇഫ് യു ഹാഡ് റാങ്ക്സ് ഇൻ MSc, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റെക്കമെൻഡേഷൻ ഫ്രം IIT അത് ആവശ്യമില്ല. IIT, IISc കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് അഡ്മീൻ നിങ്ങൾ അവിടെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി IIT, IISc പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ട്. ഒബ്വിയസ്ലി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് സം കാലിബർ ദർ. പക്ഷെ അത് നെസസറി ആയ ഒരു കാര്യമൊന്നുമല്ല. ഞാൻ IITയിലും IIScയിലെയും സർട്ടിഫിക്കറ്റ് അല്ല സബ്മിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഐസർ മൊഹാലിയിലെ ഒരു സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരുന്നു സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ കുസാറ്റിലെ ഒരു മാമിൻ്റെ സർട്ടിഫിക്കറ്റും ആയിരുന്നു വെച്ചത്. സോ അത് കമ്പൽസറി അല്ല. പക്ഷെ നിങ്ങൾ IITയിലോ IIScയിലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. റീസെൻ്റ്ലി MS കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ല, ഇപ്പോൾ കറൻ്റ്ലി 5th ഇയറിലുള്ള ആളുകൾക്ക് MSc കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് MSc കംപ്ലീറ്റ് ചെയ്തതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോർട്ടലിൻ്റെ ലിങ്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് ജസ്റ്റ് നിങ്ങൾ 75th ലിൻഡൗ മീറ്റിംഗ് എന്ന് DST എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ ആ ലിങ്ക് ഇപ്പം ഇല്ല ഷെയർ ചെയ്യാൻ. ഓർ യു ക്യാൻ ഐ ഷോ മൈ കോൺടാക്ട് ഡീറ്റെയിൽസ് അറ്റ് ദി എൻഡ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ആസ്ക് മീ. എല്ലാ ഇയറിലും ലിൻഡൗ മീറ്റിംഗ് നടക്കും. പക്ഷെ എല്ലാ ഇയറിലും നടക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിലായിരുന്നു നടന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഇന്റർഡിസിപ്ലിനറി ആണ്. അപ്പോൾ അതത് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുക. അപ്ലൈ നമുക്ക് അല്ലെങ്കിലും ചെയ്യാം, പക്ഷെ എന്നാലും നമുക്ക് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ കൂടുക എപ്പോഴും നമ്മൾ ആ ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും. സോ ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാം ഞാൻ ആൻസർ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. MSc ഫസ്റ്റ് ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ പറ്റില്ല. ജസ്റ്റ് വെയിറ്റ് 1 more year. ഈ ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഫസ്റ്റ് ടോപ്പ് 3 പൊസിഷനിൽ വരിക. പറ്റുമെങ്കിൽ ഒരു ഇന്റേൺഷിപ്പും ചെയ്യുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റും. PhDക്ക് ജോയിൻ ആയ ഉടനെ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ബിക്കോസ് PhDക്കും അവർ പറയുന്നത് പ്രൂവൺ റിസർച്ച്
എക്സ്പീരിയൻസ്, അതായത് അവരുദ്ദേശിക്കുന്നത് ടോപ്പ് പബ്ലിക്കേഷൻസ് എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ PhDക്ക് ജോയിൻ ആയാൽ ഉടനെ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അഗൈൻ നിങ്ങളുടെ CV അത്യാവശ്യം വാല്യുബിൾ ആണ്, നിങ്ങൾക്ക് അതുപോലെയുള്ള എക്സ്പീരിയൻസസ് മുന്നേയും ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ അപ്ലൈയിങ് ഫോർ PhD. പക്ഷെ MSCക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യു എ ഡൂയിങ് MSc. യെസ്, അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫിഫ്ത്ത് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇൻ്റഗ്രേറ്റഡ് MScയിൽ. പക്ഷേ മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോൾ ജസ്റ്റ് എൻ്റെ കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ പങ്കെടുത്തത്. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫിഫ്ത്ത് ഇയർ പ്രോജക്റ്റ് ചെയ്യുന്ന ടൈമിൽ ആണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. CV-യിൽ ഉണ്ടായിരുന്ന ഇന്റേൺഷിപ്സ് പ്രോജക്ട്സ്. ഓക്കെ ഓക്കെ. സോ എൻ്റെ ഇന്റേൺഷിപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സോ ഞാൻ പതുക്കെ ആൻസർ ചെയ്യാം. എൻ്റെ ഇന്റേൺഷിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻലി 2 ഇന്റേൺഷിപ്സ് ആണ് ഔട്ട് ഓഫ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരെണ്ണം നിങ്ങൾക്ക് അറിയായിരിക്കും, IASന്റെ SRFP എന്ന് പറയുന്ന, അത് ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്, അപ്പാർട്ട് ഫ്രം വാട്ട് IIT മദ്രാസ് ഇസ് കണ്ടക്ടിങ് എവറി ഇയർ. സോ അതായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ്. അത് ഐസർ മൊഹാലിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി എനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ഞാൻ NIST CSIR NIST എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഒരു ഇന്റേൺഷിപ്പ് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു എൻ്റെ ഔട്ട് ഓഫ് മൈ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസസ്. പിന്നെ നമുക്ക് കുസാറ്റിൽ കരിക്കുലം മാൻഡേറ്റഡ് ആയിട്ട് ഒരു ഓപ്പൺ എൻഡഡ് ലാബ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, വിച്ച് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. സോ നമ്മൾ ഒരു ഫാക്കൽറ്റിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് കമ്പൽസറി ആണ്, നമുക്ക് അതിന് മാർക്കുണ്ട്, പ്രസൻറ്റേഷൻസിന് മാർക്കുണ്ട്. സോ അങ്ങനെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സിന്ധു എന്ന് പറഞ്ഞ മാമിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിരുന്നു. സോ അവിടെ നിന്നാണ് ഞാൻ ബേസിക്കലി റിസർച്ചിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രിവൺ ആയിട്ട് വന്നത്. ഞാൻ പ്യുവർ ഓർഗാനിക് സിന്തസിസിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ. ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തതും പബ്ലിഷ് ചെയ്തത് സിന്ധു മാമിൻ്റെ അടുത്ത് ഉള്ള സമയത്തായിരുന്നു. പിന്നെ ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ആൻസേർഡ്. ഡ്യൂറേഷൻ ചോദിച്ചിട്ടുണ്ട് ഇന്റേൺഷിപ്സിന്റെ. സോ ഞാൻ ചെയ്ത ഇന്റേൺഷിപ്സ് 2 എണ്ണം പുറത്ത് ചെയ്തത് 2 months ഇന്റേൺഷിപ്സ് ആയിരുന്നു. അതായത് നമ്മുടെ ബേസിക് നമ്മൾ നോർമലി ചെയ്യുന്ന ഇന്റേൺഷിപ്സ് തന്നെയായിരുന്നു. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ കുസാറ്റിൽ ചെയ്തത് ഒരു ലോങ് പ്രോഗ്രാം ആണ്, ബിക്കോസ് ഓപ്പൺ എൻഡഡ് ലാബ് എന്ന് പറഞ്ഞാൽ 3rd ഇയർ തൊട്ട് 5th ഇയർ കംപ്ലീറ്റ് ആവുന്നവരെ ചെയ്യാനുണ്ട്. സോ ഒരു 2.5 years ഞാൻ കുസാറ്റിലും ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഡ്യൂറേഷൻ. MSc സെക്കൻഡ് ഇയേഴ്സിന് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ? യെസ്, അതായത് BSc സ്റ്റുഡൻസിന് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അഗൈൻ BSc സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ CV ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ലിൻഡോ മീറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ലിൻഡോ മീറ്റിംഗ് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് റിസർച്ചിൽ ജെന്യുവൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കഴിവതും നിങ്ങൾ പുറത്ത് ഇന്റേൺഷിപ്സ് ചെയ്യാൻ ശ്രമിക്കുക. ദർ ആർ ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റീസ് അറൗണ്ട് യു. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാ വർഷവും ഇന്റേൺഷിപ്സ് വിളിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ഇഫ് യു വോണ്ട് ടു സ്റ്റേ ഇൻ റിസർച്ച് ആൻഡ് എസ്പെഷ്യലി ഇഫ് യു വോണ്ട് ടു മൂവ് ഔട്ട് ഓഫ് ഇന്ത്യ. സോ അത് കാരണം എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതാണ് നമുക്ക് CV ബിൽഡ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു CVക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഭയങ്കര നോക്കി ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ലാബിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് റിസർച്ച് വേണം എന്ന് ഞാൻ തീരുമാനിച്ചത് ഇന്റേൺഷിപ്സിന് പോയി തുടങ്ങിയത് കൊണ്ടാണ്. കാരണം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് എ ഹാപ്പി പ്ലേസ് ഫോർ മീ. ബട്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ആയിക്കോണമെന്നില്ല. സോ അത് കണ്ടുപിടിക്കാനും നിങ്ങൾ എന്തായാലും ഇന്റേൺഷിപ്സ് ചെയ്യാൻ ശ്രമിക്കുക കഴിവതും. പിന്നെ ലാസ്റ്റ് ഇയർ ആണോ അപ്ലൈ ചെയ്തത്? അതെ, ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു അപ്ലൈ ചെയ്തത്. അതായത് കഴിഞ്ഞ വർഷത്തെ September 30th ഡെഡ് ലൈൻ ആയിരുന്നു ഞാൻ മീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴിയൊക്കെ അയക്കണമായിരുന്നു. സോ ഞാൻ അറൌണ്ട് 25th ഇവിടുന്ന് പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻസ് അയച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഈ വർഷം അത് ആവശ്യമില്ല. ഓക്കെ, വിഷ് ഐ ന്യൂ അബൌട്ട് ദിസ് ഏർലി. യെസ്, പക്ഷെ കുഴപ്പമില്ല, ഇഫ് യു ആർ ഗോയിങ് ഫോർ PhD യു സ്റ്റിൽ ഹാവ് എ ചാൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. MSc സെക്കൻഡ് ഇയർ. യെസ്, MSc സെക്കൻഡ് ഇയർ. MSc സെക്കൻഡ് ഇയറിലുള്ള സമയത്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. റാങ്ക് അൺഫോർച്ചുനേറ്റ്ലി കമ്പൽസറി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് DSTയുടെ ഒരു ക്രൈറ്റീരിയ ആണ്, ലിൻഡോവിന്റെ ക്രൈറ്റീരിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ നിന്ന് DST വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ ടോപ്പ് 3 പൊസിഷൻസ് കമ്പൽസറി ആണ്. ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ബട്ട് ഇൻസ്പയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു വാല്യുബിൾ ആയ കാര്യമായതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇൻസ്പയർ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, അത് ടോപ്പ് 1% മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ
അതൊരു സെലക്ഷൻ ക്രൈറ്റീരിയ പോലെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ബയസ് ഇല്ലെങ്കിലും മേ ബി അത് വരാം. പക്ഷെ അത് അഗൈൻ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇവിടുന്ന് DSTയുടെ സെലക്ഷനിലാണ് അത് മെയിനായിട്ട് അങ്ങനെ വരുമെങ്കിലും വരിക. അത് ലിൻഡോ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഡസൻ മാറ്റർ, ബിക്കോസ് അവർക്ക് ഇൻസ്പയർ സ്കോളർ ആണോ എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ഒന്നുമല്ല, ഉണ്ടെങ്കിൽ നല്ലത് അത്രേ ഉള്ളൂ. MSc കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അഗൈൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. MSc കാറ്റഗറിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് PhD ആകുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ക് ആകുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സിമ്രത്, ഹൗ കെൻ വി അപ്ലൈ ടു DST internships, research opportunities? I think you are not a Malayali, so I'll talk in English for that. DST's internships, as in, I'm not aware about how DST project proposals can be submitted and how we can apply to DST specifically. What I did was I applied to institutes, means I directly applied to institutes, and one of the things that I applied commonly was for this IAS SRFP, which was in 2022. Yeah, so that is the only thing that I applied via common portals. Other than that, I think IIT Madras has an internship program every year, and that is very valuable. So you can apply to that also. Then, yeah, these are the internship opportunities that I did. You can directly mail the professors and get admissions. Other than that, you don't have to apply through any common portals. Top 3 positions in college. I think college will be enough, because ഇപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരായിരിക്കില്ല, ആൻഡ് യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ 4th ഇയർ അല്ലെങ്കിൽ MSc ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ കോളേജിൽ നിങ്ങളുടെ ബാച്ചിൽ നിങ്ങൾ ടോപ്പ് 3 പൊസിഷൻസ് ഇനഫ് ആയിരിക്കും. എൻ്റെ കേസിൽ യൂണിവേഴ്സിറ്റി പൊസിഷൻ തന്നെ വേണമായിരുന്നു, ബിക്കോസ് ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പക്ഷെ അതല്ല എങ്കിൽ കോളേജിലെ ടോപ്പ് 3 പൊസിഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക. IIT Gandhinagar, I am a BSc students. No, bachelor സ്റ്റുഡൻസിന് ഇപ്പം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. I mean, from India you cannot apply as a bachelor student, but from India you can apply for MSc. So when you reach MSc, if your CV is good enough and if it aligns well with the topic that you are researching in, then you can definitely apply. Now പറ്റില്ല. സോ BSc സ്റ്റുഡൻസ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് പീസ്ഫുൾ ആയിരിക്കുക, നിങ്ങൾ CV ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. യു സ്റ്റിൽ ഹാവ് ടൈം. ഇനി ഒരു 3 ഇയേഴ്സിലും എന്തായാലും ലിൻഡോ മീറ്റിംഗ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് അപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എനി മോർ ക്വസ്റ്റ്യൻസ്? പിന്നെ CV-യുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, അത് മറന്നുപോയി. യെസ്, അപ്പം തന്നെ ആരോ ചോദിച്ചു CV-യുടെ കാര്യം. സോ CV-യിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് പറ്റുമെങ്കിൽ ലേറ്റക്സ്, ഓവർലീഫ് പോലെയുള്ള എന്തെങ്കിലും ഒരു യു കെൻ ഈസിലി ഗെറ്റ് ട്യൂട്ടോറിയൽസ് ഓൺ ഹൗ ടു യൂസ് ഇറ്റ്, അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡോണ്ട് മേക്ക് ദ പേഴ്സൺ സെർച്ച് ഫോർ തിങ്സ് ഇൻ യുവർ CV. എപ്പോഴും അത് വളരെ ഒരു ടാബുലാർ ആയ ഫോമിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ എല്ലാം ഇടുക. അതായത് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ CV ഇടുക. ഇത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു അഡ്വൈസ് എന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് കഴിവതും പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്ന എന്ത് പ്രോഗ്രാംസിന് സബ്മിറ്റ് ചെയ്യുന്ന CV ആണെങ്കിലും നിങ്ങളുടെ ഫോട്ടോസ് വെക്കാതിരിക്കുക. കാരണം ലിൻഡോ മീറ്റിംഗ്സിന്റെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. സോ നിങ്ങൾ ഫോട്ടോ വെച്ചിട്ടുള്ള CV ആണ് വെച്ചിരിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോട്ടോ വെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പൊസിഷൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു എത്നിസിറ്റി, ജെൻഡർ ബയസ് ഒക്കെ അവിടെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അത് ഇല്ലാതിരിക്കാൻ പല യൂണിവേഴ്സിറ്റീസും പ്രിഫർ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫ്സ് ഇല്ലാത്ത CV ആണ്. സോ നിങ്ങൾ കഴിവതും നിങ്ങളുടെ പ്രൊഫഷണൽ CV-യിൽ നിന്ന് ഫോട്ടോ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ CV-യിൽ എന്തായാലും 2 റെഫറൻസസ് ഉണ്ടായിരിക്കണം. അക്കാഡമിക് റെഫറൻസസ് 2 പേരുടെ പേര് എന്തായാലും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുമായി ഡയറക്ട്ലി ബന്ധമുള്ള, ഫോർ എക്സാമ്പിൾ നിങ്ങൾ IISc-യിലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ പ്രൊഫസർ, അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പേരും കോൺടാക്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ CV-യിൽ വെക്കുക. അതുപോലെ 2 പേര് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളെപ്പറ്റി എൻഡോസ് ചെയ്യാൻ പറ്റുന്ന, അതിനുള്ള അധികാരമുള്ള 2 ആൾക്കാരുടെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾ CV-യിൽ വെക്കണം. ഇതൊക്കെയാണ് CV-യിൽ വേണ്ട കാര്യങ്ങൾ. പിന്നെ ജനറലി നിങ്ങളിൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്താണെങ്കിലും അത് CV-യിൽ വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് എഴുതുക. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും പ്രൊജക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. സോ ഇതാണ് CV-യുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആപ്ലിക്കേഷൻ റിലേറ്റഡ് അല്ലാതെ നിങ്ങൾക്ക് ലിൻഡോ മീറ്റിംഗ്സിനെ പറ്റിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ഇൻ LOR, do DST or Lindo committee? I'm not sure about it, but my answer is no. I don't think they contact the recommended person.
I mean, till now, my supervisors didn't tell that they got a mail or something asking for my details. But since they are like submitting the physical record, but always ask them to keep an eye out, like especially during the times when your application is in the processing stage, like whether they get some mail from council. So just ask them to keep an eye out. But my answer would be no. Usually, council does not contact the referees directly. And council has a way of doing things that has started from, I think, maybe 2000s. And they do the same thing every year. So it's highly unlikely that they will contact the recommended person. Should we submit the recommendation letters or referee details? No. Along with the application, you have to submit the recommendation letters, not the referee details. Referee details, I was talking about your CV. You have to have referee details in the CV, which is necessary, but the recommendation letters need to be submitted directly. Can you tell more details about internship opportunities? Okay, so even if you are studying in normal colleges, internship procure ചെയ്യാൻ ഏറ്റവും എഫിഷ്യന്റ് ആയ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ കോമൺ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ വർഷം IAS SRFP ഐ തിങ്ക് നവംബർ ഡെഡ് ലൈൻ വരുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻസ് കോൾ വരിക. സോ അത് എന്തായാലും അപ്ലൈ ചെയ്യുക. അതുപോലെ കോമൺ ആയിട്ട് വരുന്ന ഇപ്പൊ IIT മദ്രാസിന്റെ പോർട്ടലിൽ അവർ ജസ്റ്റ് കീപ്പ് എൻ ഐ ഔട്ട്, എപ്പോഴാണ് അവർ വിളിക്കുക എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. ബട്ട് ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. ദ തിങ് ഇസ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ്. അതുകൊണ്ട് ഓൾവേസ് ട്രൈ മെയിലിംഗ് ദ സൂപ്പർവൈസേഴ്സ് ഡയറക്ട്ലി. ഇപ്പൊ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് സൂപ്പർവൈസേഴ്സിന് നേരെ മെയിൽ അയച്ചിട്ട് ഡു യു ഹാവ് എൻ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഈ മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, വെറുതെ റാൻഡം ആയിട്ട് ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു എന്ന് അയക്കാതെ അവരുടെ വർക്കിനെ പറ്റി ഒരു റിസർച്ച് ചെയ്ത് അത് നിങ്ങളുടെ ഇൻട്രസ്റ്റുകളുമായി കണക്ട് ചെയ്ത് അങ്ങനെ ഒരു രീതിയിൽ മെയിൽ അയക്കുക. ആൻഡ് യു ക്യാൻ ഓഫ് കോഴ്സ് യൂസ് യുവർ കണക്ഷൻസ് ആസ് വെൽ. ബിക്കോസ് ഇപ്പൊ നിങ്ങളുടെ ഫാക്കൽറ്റീസിന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. സോ അവരോട് പറഞ്ഞിട്ട് നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ശരിയാക്കാൻ ശ്രമിക്കുക. അതിനൊന്നും നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമുക്ക് ബെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. സോ ഇന്റേൺഷിപ്സിന് ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യാറുള്ള വഴികൾ. MSc passed out students who has not enrolled to PhD. No. If ഇപ്പൊ PhD ക്ക് എൻറോൾ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോൾ MSc കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ജസ്റ്റ് വെയിറ്റ്, PhD ക്ക് എൻറോൾ ചെയ്യുക. ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ഇപ്പോൾ. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇതൊരു ഗോൾ ആയിട്ട് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത്രയും കാലത്തിനുള്ളിൽ ഇത്രയും PhD ക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ട്രൈ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ അപ്ലൈയിങ് വെൻ യു ഗോ ഫോർ PhD. സോ ദാറ്റ് ടൈം നിങ്ങൾക്ക് എന്തായാലും ഇതിലേക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഇപ്പൊ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇൻ കേസ് സെക്കൻഡ് ലെവലിലോട്ട് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് കൗൺസിലിൽ നിന്ന് നിങ്ങൾക്ക് മേ ബി യു വിൽ ഗെറ്റ് എ മെയിൽ സെയിങ് DST ഹാസ് നോമിനേറ്റഡ് യു, സോ പ്ലീസ് ഫിൽ ദ ഡീറ്റെയിൽസ് ഇൻ ദിസ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ അവരതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കണം, അങ്ങനെ അതിലായി പറയുന്നുണ്ടാവും. സോ ബട്ട് അത് കേട്ടിട്ട് ആരും വിസയുടെ അപ്പോയിന്റ്മെന്റ് അപ്പൊ തന്നെ എടുക്കാൻ നിൽക്കരുത്. അവർ പറയും അത് വിസ നിങ്ങൾ ഏപ്രിലിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കണം എന്നൊക്കെ അവർ പറയും. പക്ഷെ അത് ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഒന്നാമത് വിസ ഫീസ് ഉണ്ട്, അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് വിസ ഫീസ് ഉണ്ട്. സോ നിങ്ങൾ അപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 3000 to 4000 റുപ്പീസ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പോകും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാർച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് മെയിൽ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻസിലേക്കും പോയാൽ മതി. അതിനു മുൻപ് വിസ ആപ്ലിക്കേഷൻസ് ആരും ചെയ്ത് തുടങ്ങരുത്. ബിക്കോസ് അത് അത്ര സ്മാർട്ടായ ഒരു മൂവ് അല്ല. ബിക്കോസ് നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം വെറുതെ നമ്മൾ അതിലേക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺട്രിയിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് വിസ പ്രോസസ്സ് നടക്കുന്നത്. സോ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. മാർച്ച് ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താലും മതിയായിരിക്കും. പിന്നെ സോ അതായിരുന്നു വിസയുടെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഡു ദർ എനി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ GCC യൂണിവേഴ്സിറ്റീസ്? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്താ ഉദ്ദേശിച്ചത്. ക്യാൻ യു മേക്ക് ദ ക്വസ്റ്റ്യൻ മോർ ക്ലിയർ? ബിക്കോസ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിന്റെ എനിക്ക് തോന്നുന്നു GCC കൺട്രീസിലെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഓ സർ, അതെനിക്ക് അറിയില്ല. ബിക്കോസ് ഞാൻ ഇന്ത്യയിലും പിന്നെ ഞാൻ ആകെ എനിക്ക് അറിയുന്നത് ഗൾഫ് കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസിലൊക്കെ. No, I'm not sure about that. All I know about is Indian opportunities and also പിന്നെ അബ്രോഡ് പോകണമെങ്കിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി DAAD ആണ്, ജർമ്മൻ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. നോ ഐഡിയ അബൌട്ട് അതർ ദാൻ ദാറ്റ്. നിങ്ങൾക്ക് മെയിൽ അയച്ച് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ ഗുഡ് QS റാങ്കിങ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇഫ് എനിവൺ വാണ്ട്സ് ടു കോൺടാക്ട് മീ യു ക്യാൻ ഡു.
വാട്സാപ്പുള്ള നമ്പറാണത്. സോ യു ക്യാൻ ഡു ദാറ്റ് ഓർ യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ലിങ്ക്ഡിൻ ഓൾസോ. ദ തിങ് ഇസ് ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കുറച്ച് സ്പീഡപ്പ് ആക്കണം, ബിക്കോസ് ലാസ്റ്റ് ഡേ ചിലപ്പോൾ സൈറ്റ് നല്ലപോലെ ജാം ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ കഴിവതും 29th എല്ലാം ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിരഞ്ജന, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായി തോന്നുന്നു. എല്ലാ ഡൗട്ട്സും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ സർ. സോ യാ സോ സോ താങ്ക് യു നിരഞ്ജന, താങ്ക് യു സോ മച്ച്. ഒബ്വിയസ്ലി ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. And ഒട്ടും മടുപ്പ് തോന്നിയില്ല. ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ആ ഒരു എനർജി ആക്ച്വലി ഉണ്ടായിരുന്നു. ആ ഒരു നിൻഡോ മീറ്റിംഗിന് ആ ഒരു റിയൽ എക്സ്പീരിയൻസ് ടു ദ ബെസ്റ്റ് നിരഞ്ജന പ്രസന്റ് ചെയ്തു. ആൻഡ് എക്സ്പീരിയൻസ് വഴി ഒരുപാട് പേര് അവരുടെ പല ഡൗട്ടുകളും ചോദിച്ചു. അതെല്ലാം നിരഞ്ജന വളരെ നന്നായിട്ട് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു. സോ താങ്ക് യു നിരഞ്ജന. ആൻഡ് വൺസ് അഗൈൻ ഈ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിരഞ്ജന ചെയ്ത കോൺട്രിബ്യൂഷൻ അതെല്ലാത്തിനും ഒരു താങ്ക് യു. ആൻഡ് ഓൾസോ നിരഞ്ജനയ്ക്ക് ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ എഴുതാൻ എന്റെ എക്സാമിനേഷൻ ആയിക്കോട്ടെ, മേ ബി മോർ ദാൻ ദാറ്റ്, ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഒരു ജസ്റ്റ് ഒരു PhD പോസ്റ്റ് എന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഒരുപാട് എന്തൊക്കെയോ കൂടുതൽ നിരഞ്ജനയ്ക്ക് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് കീപ് റോക്കിംഗ്. യെസ്. ഞാൻ വൺസ് അഗൈൻ മീറ്റിംഗ് ഫ്രം ദി ബിഗിനിങ് ടിൽ ദ എൻഡ് അറ്റൻഡ് ചെയ്ത എല്ലാവരും ക്ലിയർ ആയിട്ട് ഡൗട്ട് ചോദിക്കുകയും നിങ്ങൾ നല്ല ഡൗട്ട്സ് ചോദിക്കുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ മേ ബി ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ താങ്ക് യു. ബൈ.